നിങ്ങൾ കള്ളും കുടിക്കൂലേ? ആ കുടിക്കും. നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അപ്പനെ കള്ള പൊട്ടൻ കോൺട്രാക്ടർ ശ്രീധനായിട്ട് കൊടുത്തയച്ചൊന്നുമല്ലോ. എന്റെ കാശ് മുടക്കി എന്റെ വീട്ടിൽ വെച്ചാൽ ഞാൻ കുടിക്കുന്നത്. അതിന് നിനക്ക് എന്താടി നഷ്ടം? എന്താ അവിടെ? തമാശ കളിക്കുക. തമാശ കളിക്കാൻ അവളെന്തിനാ കരയുന്നേ? ഞങ്ങൾ ഓടിത്തൊട്ട് കളിക്കുക, ഓടിത്തൊട്ട്. നീ വാതില് തുറക്ക്. അതുപോലെ എന്താ ഇവിടെ? ഒന്നുമില്ല. പിന്നെ പാറ്റ ഇതിൽ വന്നപ്പോ പാറ്റ കണ്ട ഇവൾക്ക് ഭയങ്കര പേടിയാണല്ലോ. അത് കുപ്പിയുടെ മോളിൽ കൂടെ വന്ന് പാറ്റ എതിലെയോ പറന്നുപോയി. അത്രേ ഉള്ളോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അമ്മേ, ഒരു വലിയ പാറ്റ ഉണ്ട് ഇവിടെ. എനിക്ക് ഇവിടെ കിടക്കാൻ പേടിയാ. ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ രാധു. എന്താ പ്രശ്നം? അവരെ ഇതുവരെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. നീയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. പോടിയാ പുറത്തേക്ക്. ആ പാറ്റ എങ്ങോട്ടാ മോളെ പോയെ? അയ്യോ അല്ലല്ല, അങ്ങോട്ട് പോയി. അങ്ങോട്ടാണോ? എന്താറിയോ, അങ്ങോട്ട് ഞാൻ നോക്കാം. നിങ്ങൾക്കുമല്ല ഭ്രാന്തുണ്ട് രാത്രി പാറ്റയെ തപ്പാൻ. ഇതൊക്കെ നേരം വെളുത്തിട്ട് തപ്പിക്കൂടെ? എടാ, അവൾക്ക് പാറ്റായി പേടിയാണ്. അതൊക്കെ ഞാൻ അവൾക്ക് പിടിച്ചു കൊടുത്തോളാം. അച്ഛാ, ഇപ്പൊ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണ്ടേ? നീ ഒന്ന് മാറിക്കേ. പാറ്റയുടെ കേസല്ലേ, ഞാൻ നോക്കട്ടെ. പ്രശ്നം അവിടെ അവിടെ നിന്നേ. ഇതെന്താടാ ഇത്? മൂത്രം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുക. ടെസ്റ്റ് ചെയ്യാൻ ഇത്രയും ടെൻഷനിൽ ഒരുപാട് ഒഴിച്ചു. നിനക്ക് മഞ്ഞപ്പിത്തമുണ്ടോ? സംശയം ഉണ്ടല്ലേ? ഇതിന് നിറങ്ങണ്ടോ? അയ്യോ, ഇതെന്താണെന്ന് മോൻ അറിയാൻ പാടില്ലേ? ഇല്ല. എന്നാ ഇത് ബ്രാൻഡിയാ. ഇത് കുടിച്ചാ നല്ല സുഖം. ഇവിടെ ഇങ്ങനെ കറങ്ങി കിടക്കാം. അതെയോ? അത് അറിയത്തേ ഇല്ലേ? ഇല്ല. അറിയാം ബ്രാൻഡി. എന്റെ ഈശ്വര, എടാ നീ ഇതും തുടങ്ങിയോ? ഇല്ല. ചേട്ടൻ കുടിക്കുമായിരുന്നു അല്ലേ? എന്റെ മോൾക്ക് അറിയാതെ അവനൊരു ബുദ്ധിമോശം സംഭവിച്ചതാ. ബുദ്ധിമോശം സംഭവിച്ചോ? ഇന്ന് വരെ ഒരു പെണ്ണിനെ കണ്ട് ഈ കുടുംബത്തിൽ വീണ്ടില്ല. നീ കാരണം അത് സംഭവിച്ചു. കുടുംബദ്രോഹി. എടാ, എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും, ഇനി കുടിക്കില്ല എന്ന്. അമ്മയുടെ തല മാത്രമല്ല, നിന്റെ ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. സത്യം? അങ്ങനെയല്ല, പേര് പറഞ്ഞ് സത്യം ചെയ്യടാ. എന്റെ അമ്മയാണ്, എന്റെ ഭാര്യ രാധുവാണ്. ഇനി മേലിൽ ഞാൻ കുടിക്കില്ല. സത്യം. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇനിയും എത്രയോ സത്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. സാക്ഷാൽ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപട്ട് വന്നാൽ പോലെ എന്നെ ഒരു പുല്ലും ചെയ്യാൻ സാധിക്കില്ലടി. അല്ല, അച്ഛൻ ഈ വഴിപാടിലും നേർച്ചയിലൊക്കെ വിശ്വാസം ഉണ്ടാവുമെന്നാ. മോളെന്താ അങ്ങനെ സംശയിച്ചേ? ദൈവാധീനമല്ലേ എല്ലാത്തിലും വലുത്. മോള് പറഞ്ഞു. അവള് ജയന് വേണ്ടി മുരുകന്റെ അമ്പലത്തിൽ ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്. നല്ല കാര്യമാ. അത് എത്രയും വേഗം നടത്തണം. മുരുകന്റെ അമ്പലത്തിൽ ജയേട്ടനെ കൊണ്ട് നാക്കില് ശൂലം തറച്ച് പ്രദക്ഷിണം ചെയ്യിച്ചോളാന്ന്. നാവില് ശൂലം തറക്കിയേ? മോള് നേർന്നതല്ലേ, അത് നടത്തണം. അവിടുത്തെ പ്രധാന വഴിപാടാ ശൂലം തറയ്ക്കല്. അത് എനിക്ക് നല്ല സുഖമില്ല. പിന്നെ പോരാത്തിന് ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ? എല്ലാരോടും കളിക്കുന്ന പോലെ ദൈവത്തോട് കളിക്കല്ലേ ചേട്ടാ? അല്ല, അതിപ്പോ നേർച്ചക്കാരന് അസുഖമാണെന്നുണ്ടെങ്കിൽ അടുപ്പമുള്ള വേറെ ആരെങ്കിലും ചെയ്താൽ മതി എന്ന് ശാസ്ത്രത്തിലുണ്ട്. എന്നാ പിന്നെ നിന്റെ നാക്കെ തന്നെ തറച്ചോ. നീ വളരെ അടുത്ത സുഹൃത്തല്ലേ? അതെ, മതിയായിരുന്നു. പക്ഷേ ഞാൻ ആയില്യ നക്ഷത്രക്കാരനാ. ഈ ആയില്യ നാളുകാര് അയൽവാസികൾക്കും കൂട്ടുകാർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഫലിക്കില്ല. ജയൻ ചെയ്യും. ഉണ്ണി, ഹര ഹരോ ഹര ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര ഹര അരോഹര ഹര ഹരോ ഹര 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 ഹരോ അരോഹര അവസരത്തിനൊത്ത് നീയും കാല് മാറി. അല്ലടാ ശാപമേ. മുരുക, ഷൺമുഖ, മുരുക, അരോഹര അരോഹര ആറുമുഖ അതിരൂപ
പഴനിയപ്പ അരോഹര കുമരനുക്ക് അരോഹര കന്തനുക്ക് അരോഹര വേൽമുരുക അരോഹര അരോഹര ആദിരൂപ അരോഹര വേൽമുരുക അരോഹര പഴനി ആദിരൂപ അറുമുഖ കുമരനുക്ക് കന്തനുക്ക് ഹരഹരോ സംസാരിച്ച വേദനയ്ക്ക് ചേട്ടാ അരോഹര കന്തനുക്ക് അരോഹര ഹരോഹര അരോഹര ഹരോഹര അരോഹര ഹരോഹര അരോഹര ഹരോഹര ഹരഹരോ ഹരഹരോ എത്രയോ ആളുകൾ നാക്കിലും കവിളത്തും മുതുകിലും ഒക്കെ ശൂലം കുത്തി വഴിപാട് നടത്തുന്നു. അവർക്കൊന്നും ഈ വേദന ഇല്ലല്ലോ. അതെങ്ങനെയാ? മനസ്സിൽ ഈശ്വര വിശ്വാസം ഉണ്ടായിട്ട് വേണ്ടേ? മനസ്സും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഭദ്രകാളി വായടച്ചോ, അല്ലെങ്കിൽ അടിച്ചതിന്റെ 32 പല്ല്. കരയണം, വേദന കൊണ്ട് പൊടയണം. ഈ നാവ് കൊണ്ടല്ലേ ഇല്ലാ കഥകൾ പറഞ്ഞ് എന്നെ അപമാനിച്ചത്. അന്ന് ഞാൻ അനുഭവിച്ച വേദനയുടെ 100-1 പോലും ആയില്ല. ഇറങ്ങി പോടി. ഞാൻ പോവാ അപ്പോ ഊണ് കഴിക്കാൻ. നല്ല എരിവുള്ള മീൻകറിയും കോഴി വറുത്തതുണ്ട്. വേണേ ഒന്ന് കഴിച്ചിട്ട് പോ. നല്ല എരിവ് നിനക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. എരിവുണ്ടെങ്കിൽ നല്ല രുചിയാ. പാവം. അല്ല ജയ, നാക്കിൽ ശൂലം തറച്ചപ്പോ നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വികാരം തോന്നിയോ? നിർത്തടാ. കഴിഞ്ഞില്ല, ഒരു കോഴിക്കാലൂടെ ബാക്കിയുണ്ട്. അക്കിയെ ചെണിച്ച് പോടോ. കളിയാക്കല്ലേ. അതെ, എന്റെ നാക്കിൽ ഓട്ട ഇല്ലാത്തോണ്ട് എനിക്ക് ഇഷ്ടം പോലെ നക്കാം. നിന്റെ നാക്കിൽ ഓട്ട ഉള്ളതുകൊണ്ട് നീ എന്ത് നക്കിയാലും ചോർന്നു പോവും. നീ സമാധാനപ്പെട്. നിന്നെ ഇത്ര കണ്ട് ദ്രോഹിച്ച നിന്റെ ഭാര്യയെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഞാൻ തയ്യാറാക്കുന്നു. അത് നിന്റെ അവസാനത്തെ ജയ, ബില്ല് കൊടുത്തിട്ട് വേണം, ബില്ല് കൊടുത്തിട്ട് വേണം. ഒറ്റ പൈസ ഇല്ലയോ. ഇവിടുത്തെ ദാസിയാണോന്ന് കാലത്ത് എന്നോട് തോന്നിയ ദിവസം പറയുന്നു. പിച്ച വാങ്ങാൻ വന്നോള് വീട്ടുകാരെ ചീത്ത വിളിക്കുന്നു. അവളോ? എന്താ നിങ്ങൾ സംബോധന ചെയ്തത്? അമ്മയെന്ന് വിളിക്കൂ മകളെ. മകളെന്നോ? എടി പെണ്ണേ, എന്റെ നല്ല പ്രായത്തിൽ എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ഇളയ പേരക്കുട്ടിക്ക് നിന്റെ പ്രായമേ കാണത്തുള്ളൂ. അവളെ ഞാൻ അമ്മയെന്ന് വിളിക്കണം പോലും. മര്യാദയ്ക്ക് സംസാരിക്കൂ. ഇല്ലെങ്കിൽ ഞാനൊരു സന്യാസിനിയാണെന്നുള്ള കാര്യം വിസ്മരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അത് ചിലപ്പോ നിങ്ങളുടെ നാശത്തിൽ കലാശിക്കും. ഇറങ്ങിപ്പോടി അവിടുന്ന്, ഇറങ്ങിപ്പോ. ഇല്ലെങ്കിൽ ഞാൻ പട്ടി അഴിച്ചു വിടും. ഉപദ്രാന്തിയോ? പാർവമ്മച്ചിക്ക് ആളെ മനസ്സിലായില്ലേ? ഈ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന അലവലാതി സന്യാസിമാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവരെ പോലെ ഒന്നുമല്ല, ഇത് പുണ്യവതിയാ, പുണ്യവതി. വന്നാട്ടെ, വന്നാട്ടെ, വന്നാട്ടെ. ആഹാ, ആന്റി ആയിരുന്നോ? സുഖമാണോ കുഞ്ഞെ? അതെ ആന്റി. വരും. ആരാ ഓം ശാന്തി. ആ സുഭദ്രാമ, അങ്ങോട്ടിരിക്കെ. ഭൂമിയിൽ നിന്ന് വിട്ട് ദേഹത്തിന് നിലനിൽപ്പില്ല മകനെ. അതുകൊണ്ട് ഞാൻ കസേരയിലോ അതുപോലുള്ള പീഠങ്ങളിലോ ഇരിക്കാറില്ല. തറ പാർട്ടിയാ. ഓം ശാന്തി. ഉണ്ണിത്താനെ ഇതുവരെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ സുഭദ്രാമേ. മകൻ പാലം പണിയുടെ തിരക്കിലാണല്ലോ. ആ ആന്റി എപ്പോ വന്നു? മകളെ, നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഭക്ഷണം ഒന്നും ശരിയാവുന്നില്ലേ നിനക്ക്? അവക്കങ്ങ് ഒരു ക്ഷീണമില്ല. ഉം? അല്ല, ആഹാരമൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടെന്ന് പറയരുത്. ആന്റി, വീട്ടില് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രി നമുക്കൊരു ദർശനം കിട്ടി. രാധികമൊക്കെ എന്തോ മനോവിഷമം ഉണ്ടെന്ന്. പുലർകാലം ഇങ്ങോട്ട് പുറപ്പെട്ടു. അതെങ്ങനെ ദർശനം കിട്ടി? ആന്റിയുടെ വീട്ടിൽ ഡിഷ് ആന്റിനെ ഉണ്ടോ? മോളെ, ആന്റിക്ക് കുടിക്കാൻ കാപ്പി എടുത്തോണ്ട് വരും. അരുത് മകളെ, ഞാൻ ലൗകിക പാനീയങ്ങൾ ഉപയോഗിക്കാറില്ല. പാലും പഴവും മാത്രം നമുക്ക് നേദിച്ചാൽ മതി. മകളെ, എനിക്ക് വിശ്രമിക്കാൻ അറ കാണിച്ചു തരൂ. ധ്യാനത്തിന് സമയമായി. മോളെ, ആന്റി അറയിലേക്ക് കൂടിക്കൊണ്ടുപോകും. കിട്ടി, കിട്ടി. കിട്ടിയെങ്കിലും എടുത്തോ. അതല്ലെന്ന്, ഐഡിയ കിട്ടി. ഇവിടെ പണി നടക്കുന്നുണ്ടല്ലേ, നീ പോടേ. അതിനേക്കാൾ വലിയ പണി ഒപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിനക്കിനി സുഖമായിട്ട് ഉറങ്ങാം. വന്നേ, പറയട്ടെ. സംഗതി രഹസ്യമാ. ഈ കടലാസുകൾ നീ കണ്ടോ? എന്താ കപ്പലിൽ കച്ചവടം തുടങ്ങാൻ പോണോ? ഛേ, വിദേശത്തും ഇന്ത്യയിലും വളരെ വിദഗ്ധമായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്.
പബ്ലിക് ലൈബ്രറി പോയി വളരെ പാടുപെട്ട് ഞാൻ സമ്പാദിച്ചാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ഇതൊക്കെ എന്തിനാടാ? ഇതിൽ നിന്നും വളരെ അഡ്വാൻസ്ഡ് സയന്റിഫിക് രീതിയിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നു, സംഗതി നടപ്പാക്കുന്നു. ഇത് സ്വിറ്റ്സർലൻഡിൽ 1925 നടന്ന കേസാണ്. ഭാര്യയെ കൊന്ന് വെട്ടി നുറുക്കി ഓരോ കിലോയുടെ പാക്കറ്റുകളിലാക്കി സ്വന്തം കോൾഡ് സ്റ്റോറേജിൽ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ച് മട്ടന്റെയും പന്നിയിറച്ചിയുടെയും കൂടെ വിറ്റ് തീർത്ത സർ ആർതർ ജുറാസിക് പാർക്കിൻസൺ എന്ന സായിപ്പിന്റെ കേസാണ്. ചത്ത ആ ഭാര്യയ്ക്കും കൊന്ന ഭർത്താവിനും അല്ലാതെ വേറെ ആർക്കും ഈ കേസ് അറിയില്ല. അയ്യോ എടാ പന്ന മര കഴുതെ, മറ്റാർക്കും അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാടാ പത്രത്തിൽ വന്നത്? എന്റെ കയ്യിൽ നിന്ന് ഓസിന് കള്ളടിക്കാൻ വേണ്ടി ഓരോ വിട്ടിത്തരങ്ങൾ എഴുന്നള്ളിച്ചോണ്ട് വരിക. ജയ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കരുക്കൾ നീക്കിയാലേ ഈ ട്രാപ്പിൽ നിന്ന് ഊരാൻ പറ്റൂ. ഇനിയും രാധികയുടെ തുടക്കി നിന്നാൽ രക്ഷയില്ല. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. എന്ന് വെച്ചാൽ വളരെ സ്നേഹമായിട്ട് അവളോട് പെരുമാറണം. ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കുകയാണെന്ന തോന്നൽ രാധികയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി കരയുകയോ കാല് പിടിക്കുകയോ മാപ്പ് പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനെന്റെ പട്ടി വരും. നിന്നെ അങ്ങനെ തന്നെയാ കണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കുക ചെയ്യാം. അങ്ങനെ നീ അവളെയും കൊണ്ട് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകുന്നു. എങ്ങോട്ട്? അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കൊടൈക്കനാൽ. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, സൂയിസൈഡ് പോയിന്റ്. തമിഴന്മാരും തെലുങ്കന്മാരും ഹിന്ദിക്കാരും സിക്കിംകാരും അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ളവരും അവിടെ ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുക. എന്തിന്? ചാവാൻ. നമുക്ക് ഇന്ന് തന്നെ കൊടൈക്കനാലിലേക്ക് പുറപ്പെടാം. എത്രയും പെട്ടെന്ന് പോയാൽ രണ്ടാമത്തെ ക്യൂവിലെങ്കിലും കയറി പറ്റാം. മഞ്ഞു മൂടിക്കിടക്കുന്ന മലമടക്കുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് രാധിക സ്വയം മറന്നു നിൽക്കുമ്പോൾ നീ അവളുടെ കാല് വാരണം. അഗാധമായ അന്തർദാഹത്തിന്റെ അനന്തതയിലേക്ക് അവൾ അടിവെച്ച് ഏകയായി താഴോട്ട്. എന്നിട്ട് വേണമല്ലടാ കോപ്പെ നിനക്ക് എന്നെ ജയിലിൽ കയറ്റാൻ. നിക്ക്. അങ്ങനെയാണെങ്കിൽ നീ കൊല്ലണ്ട. ട്രിപ്പ് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. കൊല ചെയ്യാനുള്ള ആൾക്കാരെ ഞാൻ സംഘടിപ്പിച്ചോളാം. പക്ഷേ ഈ കാര്യക്രം പ്രായോജക് ഞാനായിരിക്കും. അങ്ങനെ കൊടൈക്കനാലിന്റെ സൂയിസൈഡ് പോയിന്റ് നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയി മാറും.